ഐ2ഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് അങ്ങ് ചാലക്കുടിയിലേക്ക്, നമ്മുടെ കലാഭവൻ മണിയുടെ നാട്ടിലെ പള്ളിയിലെ വലിയ പുൽക്കൂട് കാണാൻ വേണ്ടിയാണ്. നല്ല രസമാണ് ഈ പുൽക്കൂട്. കലാഭവൻ മണിയുള്ളപ്പോൾ നല്ല രീതിയിലാണ് ഈ ചാലക്കുടി പ്രദേശത്തും അതുപോലെ തന്നെ ചാലക്കുടി പള്ളിയിലുമൊക്കെ പുൽക്കൂടുകൾ ഉണ്ടാക്കിയിരുന്നത്. നമുക്കത് പത്രത്തിലും അതുപോലെ തന്നെ ടി വിയിലുമൊക്കെ കാണിച്ചിരുന്ന വലിയ വലിയ പുൽക്കൂടുകൾ കലാഭവൻ മണി നേതൃത്വം കൊടുത്തിരുന്നവയാണ്. ഇപ്പോഴും അത് പിന്തുടർന്ന് പോകുന്നുകൊണ്ട് അങ്ങ് ചാലക്കുടി പള്ളിയിൽ അതിനുവേണ്ടി പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച പുൽക്കൂടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പുൽക്കൂടിലേക്കുള്ള വഴിയാണ്. വഴിയിൽ ഒട്ടകങ്ങളും അതുപോലെ പല പല സാധനങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ കാണുന്നതാണ് പുൽക്കൂട്. പുൽക്കൂടിൻ്റെ മുകളിൽ മാലാഹ നിൽക്കുന്നുണ്ട്. പുൽക്കൂടിൻ്റെ എൻട്രൻസ് അതാണ്. അപ്പോൾ പുൽക്കൂട്ടിലേക്ക് കയറുകയാണ്. പുൽക്കൂടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ തന്നെ വരുന്നതായിരിക്കും. ഫാമിലി ആയിട്ട് വന്ന് ഫോട്ടോ എടുക്കാനായിട്ട് സൂപ്പർ ലൊക്കേഷനാണ്. നല്ലൊരു പോസിറ്റീവ് വൈബാണ്. ലൈറ്റിങ്ങും അതുപോലെ തന്നെ നല്ല കളർഫുൾ പുൽക്കൂട് എന്ന് പറയാം. കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയുമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ LED ലൈറ്റുകളും അതുപോലെ തന്നെ കളർഫുള്ളായിട്ട് ചെയ്തേക്കുന്നൊരു പുൽക്കൂടാണ് ചാലക്കുടി പള്ളിയിൽ ഈ വർഷം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പല പല സൈഡുകളിൽ നോക്കിയാൽ പല പല തീമുകളാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന റോമിലെ കൊളോസിയമാണ്. അതുകൂടാതെ തന്നെ വലിയ ക്രിസ്മസ് പാപ്പായും അതുപോലെ തന്നെ വലിയ കുളങ്ങളും അങ്ങനെയുള്ള ഒരുപാട് ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നതാണ്. തന്നെ ഡാൻസ് കളിക്കുന്ന ഒരു ക്രിസ്മസ് പാപ്പായാണ്. അത് എനിക്ക് തോന്നുന്ന ഒരു 3 ആൾ പൊക്കമെങ്കിലും ഉണ്ടാവും ഈ ക്രിസ്മസ് പാപ്പായക്ക്. ഏറ്റവും ടോപ്പിലാണ് ഈ ക്രിസ്മസ് പാപ്പായെ അവർ വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത് പുൽക്കൂടിൻ്റെ ഒരു സൈഡായിട്ടാണ് ഈ ക്രിസ്മസ് പാപ്പായെ കാണുന്നത്. അത് നമ്മൾ കറങ്ങി വരുമ്പോഴാണ് ഈ ക്രിസ്മസ് പാപ്പായുടെ ഫ്രണ്ടിലെത്തുന്നത്.
ഇതാണ് ഇവിടുത്തെ പുൽക്കൂട്. വലിയൊരു ഗുഹയ്ക്കകത്താണ് മാതാവും ഉണ്ണീശോയും യേശുപിതാവും ആടുമാടുകളും എല്ലാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, നല്ലൊരു പുൽക്കൂടാണ് ഇവിടെ അവർ ചെയ്തു വച്ചിരിക്കുന്നത്. ദേ പുൽക്കൂട് ഇങ്ങനെ നടന്ന് കണ്ടു ചെന്നപ്പോൾ ദേ നിൽക്കുന്നു അവിടെ ജീവനുള്ള കുതിരയും ജീവനുള്ള കഴുതയും. അതും ഈ പുൽക്കൂടിൻ്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നടന്ന് ആ സാന്താക്ലോസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വലിയൊരു കുളമാണ്. ഒന്നല്ല, കുറേ സാന്താക്ലോസ്മാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വള്ളത്തിൽ കുറേ സാന്താക്ലോസ്മാർ വരുന്നുണ്ട്. അതുകൂടാതെ മുകളിലായിട്ട് ഒരു സാന്താക്ലോസ് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അതുകൂടാതെ കുറേ മീനുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ നടന്ന് കാര്യങ്ങളെല്ലാം കാണിച്ചു. നമ്മൾ നടന്ന് പുൽക്കൂടിൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി ഇനി ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ഈ ചാലക്കുടി പള്ളിയിലെ പുൽക്കൂടിൻ്റെ പ്രധാന കാഴ്ചകളൊക്കെ. ഫൗണ്ടൈനും അതുപോലെ തന്നെ മീനുകളും പുൽക്കൂടും എല്ലാം നിങ്ങൾ കണ്ടു. ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വിവിധ തരം കാഴ്ചകളുമായി കാണുന്നവരെ ബിബിൻ ഗോയിങ് ടു സൈനിങ് ഔട്ട്.